അസഹനീയമായ വയറുവേദനയും ശരീരമാകെ പടർന്ന അസ്വസ്ഥതയും താങ്ങാനാവാതെയാണ് വൈശാലി ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റത്. വേദനയുടെ കാഠിന്യത്തിൽ അവളുടെ നെറ്റിയിൽ വിയർപ്പുതുള്ളികൾ പൊടിഞ്ഞിരുന്നു. വയറുവേദന കൊണ്ട് അവൾക്കൊന്ന് എഴുന്നേറ്റിരിക്കാൻ പോലും ആവുന്നുണ്ടായിരുന്നില്ല. ഇപ്രാവശ്യം പീരീഡ്സ് നേരത്തെയായതോർത്ത് അവൾക്ക് ദേഷ്യവും വിഷമവും ഒക്കെ തോന്നുന്നുണ്ടായിരുന്നു. ആ സമയം അധികം ബെഡിൽ ബലം കൊടുക്കാതെ കുറച്ചു സമയം എഴുന്നേറ്റിരുന്ന വൈശാലി ശബ്ദമുണ്ടാക്കാതെ പാഡും എടുത്ത് വാഷ്റൂമിലേക്ക് നടന്നു. തിരിച്ചു വരുമ്പോൾ റൂമിൽ വെളിച്ചം പരന്നത് കണ്ട് ഉറക്കമുണർന്നിരുന്ന ദേവുവിനെയാണ് അവൾ കാണുന്നത്. നിനക്കെന്താ പിന്നെ ഉറക്കമൊന്നുമില്ലേ? ഉറക്കം മുറിഞ്ഞതിൻ്റെ ഈർഷ്യയോടെ അവൾ വൈശാലിയോട് ചോദിച്ചു. എടി ദേവു, എനിക്ക് പീരീഡ്സായി. അത് പറയുമ്പോൾ അവളുടെ മുഖത്ത് വല്ലാത്തൊരു ദുഃഖം തളം കെട്ടുന്നത് ദേവു ശ്രദ്ധിച്ചു. അടിപൊളി, ഇതിപ്പോൾ ഇപ്രാവശ്യവും നീ പതിവ് തെറ്റിച്ചില്ലല്ലോ. നീ ഒന്നും മിണ്ടാതെ പോയേ ദേവു. ഒന്നാമതേ എനിക്കാകെ ദേഷ്യം വരുന്നുണ്ട്. എനിക്ക് മാത്രം എന്തേ ആവോ ഇങ്ങനെ. 4-5 വർഷമായി വൈശാലിക്ക് ഒരിക്കൽ പോലും ഉത്സവം കൂടാൻ കഴിഞ്ഞിട്ടില്ല. എങ്ങനെ പോയാലും വലിയോത്സവത്തിനോടടുക്കുമ്പോൾ അമ്പലത്തിൽ പോവാൻ അവൾക്ക് പറ്റാറില്ല. അതുകൊണ്ട് എല്ലാവരും അമ്പലത്തിലും മറ്റുമായി പോകുമ്പോൾ തറവാട്ടിലെ ഏതെങ്കിലും ഒരു മുറിയിൽ തനിച്ചിരിക്കലാണ് പതിവ്. മുത്തശ്ശി ഈ കാര്യത്തിൽ ഒരല്പം പഴയ ചിന്താഗതിക്കാരിയായതുകൊണ്ട് ഇങ്ങനെയുള്ള സമയങ്ങളിൽ തറവാട്ടിലെ മറ്റാരും അവരുടെ കൂടെ ഇരിക്കാനോ അടുക്കളയിൽ കയറാനോ ഒന്നും സമ്മതിക്കില്ല. 4 കഴിയുന്നത് വരെ ഒരു മുറിയിൽ കഴിഞ്ഞോളണം. അതൊക്കെ ഓർക്കെ വൈശാലിക്ക് വല്ലാത്ത സങ്കടം തോന്നി. അവളുടെ അവസ്ഥ ഓർത്ത് ദേവുവിനും പാവം തോന്നിപ്പോയി. നീ ഇനി അതൊന്നും ഓർത്തിരിക്കണ്ട. വാ, ഞാൻ മുറിയിൽ കൊണ്ടാക്കി തരാം. അതും പറഞ്ഞ് മുടി ചുരുട്ടിക്കെട്ടി ബെഡിൽ നിന്നിറങ്ങി ദേവു. ശേഷം വൈശാലിയുടെ ഡ്രസ്സും സാധനങ്ങളും ഒക്കെ എടുത്ത് ദേവു മുന്നേ നടന്നു. പുറകെ വൈശാലിയും. ഡോറ് തുറന്നപ്പോൾ താഴെ നിന്ന് ആരുടെയൊക്കെയോ സംസാരങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു. അതിൽ നിന്ന് തന്നെ അവരൊക്കെ എഴുന്നേറ്റിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. നിങ്ങളിത് എങ്ങോട്ടാ? കുളിച്ചില്ലേ രണ്ടുപേരും? പെട്ടെന്നായിരുന്നു വല്യമ്മായി ഒരിടനാഴികയിലൂടെ അവർക്കടുത്തേക്ക് വന്നത്. കുളിച്ച് അമ്പലത്തിൽ പോവാൻ വേണ്ടി സെറ്റ് സാരി ഉടുത്തിറങ്ങിയ വല്യമ്മായിയെ കണ്ടതും വൈശാലി അവരിൽ നിന്നും കുറച്ച് നീങ്ങി നിന്നു. അത് കണ്ടതേ അവർക്ക് കാര്യം മനസ്സിലായി. എൻ്റെ മോൾക്ക് ഇപ്രാവശ്യവും ഉത്സവം കൂടാൻ ഭാഗ്യമില്ലാതായില്ലേ? വല്യമ്മായി ചോദിക്കുമ്പോൾ അവൾ തല കുനിച്ചു നിന്നതേയുള്ളൂ. സാരില്ലാട്ടോ, മോള് പോയി റെസ്റ്റ് എടുത്തോ. ഇന്നെന്തായാലും വല്യമ്മായി ഇവിടെ ഇരിക്കാം എൻ്റെ മോൾക്ക് കൂട്ടിന്. മോളുടെ സാധനങ്ങളൊക്കെ ഇങ്ങ് തന്നേക്ക് ദേവു. എന്നിട്ട് നീ വേഗം ദേവയെയും വാമിയെയും വിളിച്ചുണർത്തി കുളിച്ച് റെഡിയാവാൻ നോക്ക്. മോളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. അതും പറഞ്ഞവർ ദേവുവിൻ്റെ കയ്യിൽ ഇരുന്ന സാധനങ്ങളൊക്കെ വേടിക്കാൻ തുടങ്ങിയതും വൈശാലി അതിന് സമ്മതിച്ചില്ല. എൻ്റെ വല്യമ്മായി, ഞാനിത് ആദ്യമായിട്ടല്ലല്ലോ. എന്നും ഇങ്ങനെയല്ലേ? ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം. ഇവിടെ ഇപ്പം എന്ത് പേടിക്കാനാ? അല്ലെങ്കിൽ തന്നെ മുത്തശ്ശി എൻ്റെ അടുത്ത് ആരെങ്കിലും വന്നു എന്ന് അറിഞ്ഞാൽ പിന്നെ അത് മതി. വല്യമ്മായി കുളിച്ച് ഇറങ്ങിയതല്ലേ, എന്നെ തൊട്ട് അശുദ്ധിയാവണ്ട. വൈശാലി വേദനയ്ക്കിടയിലും എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു. അവൾ അത്രയും പറയുമ്പോൾ പിന്നെ അവരാരും കൂടുതൽ നിർബന്ധിക്കാൻ നിന്നില്ല. മോള് പോയി കിടന്നു, ഞാൻ തുളസിയോട് പറഞ്ഞു ഏൽപ്പിക്കാം. എന്തെങ്കിലും ആവശ്യം വന്നാൽ വിളിച്ചാൽ മതി. സ്നേഹപൂർവ്വം അതും പറഞ്ഞവർ താഴേക്ക് നടന്നു. അപ്പോഴേക്കും വൈശാലിക്ക് എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതിയെന്നേ ഉണ്ടായിരുന്നുള്ളൂ. വൈശാലിയെ മുറിയിലാക്കി ദേവു തിരികെ പോന്നു. അപ്പോഴേക്കും അവൾക്കുള്ള ഉലുവ വെള്ളവുമായി നിത അരികിലേക്ക് ഓടി വന്നിരുന്നു. ഈ സമയത്ത് വൈശാലിക്ക് പൊതുവെ നല്ല ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. ചിലപ്പോഴൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടതായും വരാറുണ്ട്. അതുകൊണ്ട് തന്നെ അവളെപ്പറ്റി ഓർത്ത് ആദിയോടെ വന്നതാണ് നിത. കണ്ണുകളടച്ച് വയറിൽ കൈ അമർത്തി കിടക്കുന്നവളെ കാണി അവൾക്കരികിൽ പോയിരുന്ന് നെറുകിൽ പതിയെ തലോടിയവർ. മോളെ, വേദനയുണ്ടോ? നിത വാത്സല്യത്തോടെ ചോദിച്ചു. അതിനവൾ കണ്ണുകൾ തുറക്കാതെ ചെറുതായൊന്നും മൂളി. അമ്മയുണ്ട് അടുത്ത്, മോൾ ഉറങ്ങിക്കോ എന്നും പറഞ്ഞവർ പതിയെ നെറുകിൽ തലോടാൻ തുടങ്ങി. എനിക്ക് കുഴപ്പമൊന്നുമില്ല അമ്മ, ചെറിയൊരു പെയിൻ, കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളും. അമ്മ പൊയ്ക്കോ, മുത്തശ്ശി കണ്ട അറിയാലോ. നിധിയെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് വൈശാലി പറഞ്ഞു. നിനക്ക് വയ്യാതെ ഇരിക്കുമ്പോൾ ഞാനെങ്ങനെയാ ഇവിടെ സമാധാനത്തോടെ ഇരിക്കുക? അതുകൊണ്ട് മോളെ കണ്ണടച്ച് കിടന്നോ, ഞാൻ ഇന്ന് എങ്ങോട്ടും പോണില്ല. നിത പറയുമ്പോൾ തലോടിക്കൊണ്ടിരുന്ന അവരുടെ കയ്യിൽ പിടിച്ച് ഒരു ഉമ്മ കൊടുത്തു വൈശാലി. എനിക്ക് ഇപ്രാവശ്യം വലിയ കുഴപ്പമൊന്നുമില്ല. അമ്മ എന്തായാലും ഇന്ന് അവിടെ ഉണ്ടാവണം. എനിക്ക് കൂട്ടിന് വലിയമായി തുളസി ചേച്ചി ഏർപ്പാടാക്കിയിട്ടുണ്ട്.
അമ്മ ചെല്ല്. അതും പറഞ്ഞ് വൈശാലി വീണ്ടും നിർബന്ധിപ്പിച്ചപ്പോൾ പിന്നെ തുളസി ഉണ്ടല്ലോ എന്ന സമാധാനത്തിന് അവിടെ നിന്നും ഇറങ്ങി അവർ. അങ്ങനെ 4 കാറുകളിലായി തറവാട്ടിലുള്ളവരെല്ലാം അമ്പലത്തിലേക്ക് പുറപ്പെട്ടു. വൈശാലി ചെറുമയക്കത്തിലേക്കും. എല്ലാവരും അമ്പലത്തിലെത്തി കുറച്ചു കഴിഞ്ഞതും രുദ്രന്റെ കാർ അവിടേക്ക് ഇരച്ചു വന്നു. അതിൽ നിന്നും ഇറങ്ങുന്ന രുദ്രനെയും സാക്ഷിയെയും കാണി അകത്തേക്ക് കയറാൻ നിന്നവർ അവർക്കായി പുറത്ത് കാത്തുനിന്നു. രുദ്രന്റെ മിഴികൾ ചെന്നു നിന്ന് കുറച്ചു മാറി നിൽക്കുന്ന ദേവുവിലും വേദയിലുമായിരുന്നു. കൂട്ടത്തിൽ വൈശാലി ഇല്ലെന്നറിയെ അവൻ്റെ നെറ്റി ചുളിഞ്ഞു. എന്നാൽ അപ്പോൾ തന്നെയായിരുന്നു സാക്ഷിയും അക്കാര്യം തിരക്കിയത്. പിന്നെ എല്ലാവരും ചേർന്ന് അമ്പലനടയിലേക്ക് നടന്നു. തൊഴുതു കഴിഞ്ഞിട്ടും മറ്റു ചടങ്ങുകൾക്കായി അവരെല്ലാം അവിടെ നിൽക്കുമ്പോൾ രുദ്രന് മാത്രം അവിടെ നിൽക്കാൻ തോന്നിയില്ല. അർജന്റ് മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞവൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി. ഇതേ സമയം തറവാട്ടിൽ വൈശാലി വേദന സഹിക്കാൻ കഴിയാതെ വയറിൽ ചുറ്റിപ്പിടിച്ച് തലയണയിൽ മുഖം പൂഴ്ത്തി കരയുകയായിരുന്നു. തുളസി വന്നു ഭക്ഷണമൊക്കെ കൊടുത്തെങ്കിലും അവൾ ഒന്നും കഴിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ കുറച്ചു കഴിഞ്ഞതും വൈശാലിക്ക് അസ്വസ്ഥതകൾ കൂടി വന്നു. ഇനിയും ഇങ്ങനെ കിടക്കാനാവില്ലെന്നോർത്തവൾ ഹോട്ട് ബാഗിൽ വെള്ളം നിറയ്ക്കാൻ പതിയെ താഴേക്ക് നടന്നു. പടികൾ ഇറങ്ങുമ്പോൾ അവൾക്ക് കാലിടറുന്നത് പോലെയോ തല ചുറ്റുന്നത് പോലെയൊക്കെ തോന്നുന്നുണ്ടായിരുന്നു. ഇനി മുന്നോട്ട് നടക്കാൻ ആവില്ലെന്ന് തോന്നിയതും അവൾ പതിയെ ആ പടിയിലിരുന്നു. പെട്ടെന്നായിരുന്നു പുറത്തൊരു കാർ വന്നു നിൽക്കുന്ന ശബ്ദം അവൾ കേട്ടത്. അമ്മയോ വലിയമ്മയോ ആയിരിക്കുമെന്നോർത്ത് അവൾ ചുവരിൽ തല ചേർത്ത് ചാരിയിരുന്നു. എന്നാൽ പുറത്തുനിന്ന് ഒരു പുരുഷ ശബ്ദമാണ് കേൾക്കുന്നതെന്നറിയെ അവൾ പതിയെ ആയാസപ്പെട്ട് എഴുന്നേൽക്കാൻ ശ്രമിച്ചു. അപ്പോഴായിരുന്നു തുളസി പൂമുഖത്ത് നിന്ന് അകത്തേക്ക് വന്നത്. പടിയിലിരിക്കുന്ന വൈശാലിയെ കണ്ടതും അവർ വെപ്രാളത്തോടെ അവർക്കരികിലേക്ക് ചെന്നു. കുഞ്ഞെന്തിനാ താഴേക്ക് വന്നേ? എന്നെ വിളിച്ചൂടായിരുന്നോ? വയ്യേ മോൾക്ക്? വാടിത്തളർന്ന അവളുടെ മുഖം കാണി വല്ലാത്തൊരാശങ്കയോടെ അവർ തിരക്കി. അതിന് മറുപടി പറയാൻ തുടങ്ങുമ്പോഴായിരുന്നു അവർക്ക് പുറകെ അകത്തേക്ക് കയറി വരുന്ന സുമുഖനായ ഒരു ചെറുപ്പക്കാരനെ അവൾ കണ്ടത്. കട്ടിപ്പുരുകവും താടിയും നീട്ടി വളർത്തിയ മുടിയും ഉറച്ച ശരീരവും ഒക്കെയായി മുന്നിൽ നിൽക്കുന്നവനെ മനസ്സിലാകാതെ വൈശാലി നെറ്റി ചുളിച്ചു. അത് കാണി അവനൊരു പുഞ്ചിരിയോടെ അവൾക്കടുത്തേക്ക് വന്നു. ഹേയ് വൈശാലി, താൻ എന്താണോ ഇങ്ങനെ നോക്കുന്നേ? എന്നെ ഓർമ്മയില്ലേ? നിറഞ്ഞ പുഞ്ചിരിയോടെ പൗരുഷമാർന്ന സ്വരത്തിൽ അവൻ ചോദിക്കുമ്പോൾ വൈശാലി ഓർത്തെടുക്കാൻ ശ്രമിച്ചു. പക്ഷേ ഓർമ്മ കിട്ടുന്നുണ്ടായില്ല. കുഞ്ഞേ, ഇത് സിദ്ധുമോനാ, സാക്ഷിമോളുടെ ഏട്ടൻ. തുളസി പറയുമ്പോഴാണ് അവൾക്ക് ആളെ മനസ്സിലാവുന്നത്. വൈശാലി ഒരത്ഭുതത്തോടെ അവനെ നോക്കി. പണ്ടിവിടെ വന്നിരുന്നവനിൽ നിന്നും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇന്നത്തെ സിദ്ധുവിനെന്നവൾ ഓർത്തു. എനിക്ക് പെട്ടെന്ന് ആളെ മനസ്സിലായില്ല, അതാ ഞാൻ എന്നും പറഞ്ഞ് വെപ്രാളത്തോടെ ഇരുന്നിടത്ത് നിന്നവൾ എഴുന്നേൽക്കാൻ തുടങ്ങിയതും പെട്ടെന്ന് അവൾ ഒരു തളർച്ചയോടെ മുന്നോട്ടാഞ്ഞു. എന്താടോ, എന്താ പറ്റി? അവൾ വീഴാതെ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് സിദ്ധു ആകുലതയോടെ ചോദിച്ചു. എന്നാൽ വൈശാലി ഒന്നും മിണ്ടിയില്ല. അവൾക്ക് ചുറ്റും എല്ലാം കറങ്ങുന്നത് പോലെ തോന്നി. കണ്ണിൽ ഇരുട്ടു പടർന്നതും വൈശാലി ഒരു ആലസ്യത്തോടെ പുറകോട്ട് ബോധമറിഞ്ഞു വീണതും സിദ്ധു അവളെ വീഴാതെ കയ്യിൽ കോരിയെടുത്തു. വൈശാലി, ഡോ ചേച്ചി, പെട്ടെന്ന് എന്താ പറ്റിയത്? സുഖമില്ലായിരുന്നോ? അവളെ തട്ടി വിളിക്കുന്നതിനോടൊപ്പം സിദ്ധു തുളസിയോട് ചോദിച്ചു. എന്നാൽ അവർക്ക് അവനോട് കാര്യം പറയാൻ നേരിയ മടി തോന്നി. എന്തു പറയണമെന്നറിയാതെ അവർ നിന്ന് പരുങ്ങുന്നത് കണ്ടതും അവൻ വീണ്ടും ചോദ്യം ആവർത്തിച്ചു. അല്പം മടിയോടെയാണെങ്കിലും അവർ കാര്യം പറഞ്ഞു. സിദ്ധു വേഗം അവളെ സോഫയിലേക്ക് കിടത്തി പരിശോധിക്കാൻ തുടങ്ങി. BP കുറഞ്ഞതാ. രാവിലെ എന്താ കഴിച്ചത്? അവൻ തുളസിയോട് ചോദിച്ചു. അത് മോനെ, കുഞ്ഞൊന്നും കഴിച്ചില്ല. ഞാൻ ഭക്ഷണം കൊണ്ട് കൊടുത്തതാ, പക്ഷേ ഇപ്പൊ വേണ്ടെന്ന് പറഞ്ഞു. ഈ സമയത്തല്ലേ ഫുഡ് കഴിക്കേണ്ടത്? വേണ്ടെന്ന് പറയുമ്പോൾ നിർബന്ധിച്ച് കൊടുക്കായിരുന്നില്ലേ ചേച്ചി? അത് പറയുമ്പോൾ അവൻ്റെ സ്വരം കടുത്തുപോയിരുന്നു. അവർ ഒന്നും മിണ്ടിയില്ല. അപ്പോഴാണ് അവളെ കയ്യിൽ നിന്നും വീണുപോയ ഹോട്ട് ബാഗ് നിലത്ത് കിടക്കുന്നത് അവൻ കണ്ടത്. ചേച്ചി, ഈ ഹോട്ട് ബാഗിൽ കുറച്ച് ചൂടുവെള്ളം നിറച്ചുകൊണ്ട് വരാമോ? പിന്നെ കഴിക്കാനുള്ള ഫുഡും എടുത്തോ. അവൻ പറയുമ്പോൾ അവൾ തലയാട്ടി സമ്മതിച്ചുകൊണ്ട് തിരിഞ്ഞു നടന്നു. പക്ഷേ പെട്ടെന്ന് തന്നെ എന്തോ ഓർത്തതുപോലെ അവർ അവിടെ നിന്നു. മോനെ, ഈ സമയത്ത് കുഞ്ഞിനെ ഇവിടെ കിടത്തിക്കൂടാ. രാജശ്രീ അമ്മ വന്നു കണ്ട അതിഷ്ടാവില്ല. മോന് പറ്റുമെങ്കിൽ കുഞ്ഞിനെ അതിൻ്റെ മുറിയിലേക്കൊന്ന് ആക്കാമോ? മുകളിൽ ഇടതുവശത്ത് ഏറ്റവും അറ്റത്തെ മുറിയാ. തെല്ലൊരു ബുദ്ധിമുട്ടോടെയാണെങ്കിലും മനസ്സിലുള്ളത് പറഞ്ഞുകൊണ്ട് അവർ വേഗം അടുക്കളയിലേക്ക് നടന്നു.
സിദ്ധാർത്ഥ് ഒരു ദീർഘശ്വാസത്തോടെ ഒരു പൂവെടുക്കുന്ന ലാഘവത്തിൽ അവളെ കൈകളിൽ കോരിയെടുത്ത് തിരിയുമ്പോഴാണ് മുറ്റത്തു നിന്ന് ഓടിപ്പാഞ്ഞു വരുന്ന രുദ്രനെ അവൻ കണ്ടത്. സിദ്ധു കയ്യിൽ എടുത്തു നിൽക്കുന്ന വൈശാലിയെയും അവൻ്റെ നെഞ്ചോട് ചേർന്ന് വാടിത്തളർന്നു കിടക്കുന്നവളെയും കാണി രുദ്രൻ ഒരു പകുപ്പോടെ അവർക്കടുത്തേക്ക് ഓടിപ്പാഞ്ഞു വന്നു. സിദ്ധു, വൈശാലിക്ക് ചോദിക്കുമ്പോൾ അവൻ വല്ലാതെ കിതയ്ക്കുന്നുണ്ടായിരുന്നു. ഏയ് ഒന്നുമില്ല രുദ്രൻ, ചെറുതായിട്ടൊന്ന് തല ചുറ്റി, ഡേറ്റ് ആയതിൻ്റെയാ. അതും പറഞ്ഞവൻ അവളുമായി തുളസി പറഞ്ഞു കൊടുത്ത മുറിയിലേക്ക് നടന്നു. തൊട്ടുപിറകെ രുദ്രനുമുണ്ടായിരുന്നു. വൈശാലിയെ ബെഡിലേക്ക് കിടത്തുമ്പോഴേക്കും തുളസിയും വന്നിരുന്നു. അപ്പോഴും രുദ്രൻ്റെ മുഖത്ത് വൈശാലിയെ ഓർത്ത് ആശങ്ക നിഴലിച്ചു നിന്നിരുന്നു. സിദ്ധു, വൈശാലി എന്താ കണ്ണു തുറക്കാത്തെ? ഹോസ്പിറ്റൽ കൊണ്ടുപോകണോ? എടാ, ഡോക്ടറായിട്ട് ഞാനിവിടെ ഉള്ളപ്പോൾ എന്തിനാ ഈ ചെറിയ കാര്യത്തിന് ഹോസ്പിറ്റൽ കൊണ്ടുപോകുന്നേ? നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാനൊന്നുമില്ല, ഇതൊക്കെ ഈ സമയത്ത് നോർമലാണ്. പിന്നെ രാവിലെ വൈശാലി ഒന്നും കഴിച്ചില്ലെന്ന് തുളസി ചേച്ചി പറഞ്ഞു, അതുകൊണ്ടാണ് തലചുറ്റിയത്. നീ ഈ ഹോട്ട് ബാഗ് വെച്ച് കൊടുക്ക്, അവൾ ഉണരുമ്പോൾ ഫുഡും എടുത്ത് കൊടുക്കണം. ഞാൻ പോയി ഒന്ന് ഫ്രഷായി വരട്ടെ. അവൻ്റെ തോളിൽ തട്ടി അതും പറഞ്ഞ് സിദ്ധു മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴേക്കും പേടിയോടെ തുളസി അവളെ തന്നെ നോക്കി അവിടെ നിൽപ്പുണ്ടായിരുന്നു. ചേച്ചി, ചേച്ചി ഇങ്ങ് പോരെ, അവൻ നോക്കിക്കോളും. ഒരു പുഞ്ചിരിയോടെ സിദ്ധു പറയുമ്പോൾ അവർ പുറത്തേക്ക് ഇറങ്ങി. അവർ പോയതും സിദ്ധു ഡോർ ചേർത്തടച്ചു. രുദ്രൻ പതിയെ അവൾക്കടുത്തേക്ക് ഇരുന്ന് വാടിത്തളർന്ന അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു അല്പസമയം. പിന്നെ അവളിട്ടിരുന്ന ടോപ്പ് ഒരൽപ്പം പൊന്തിച്ച് വരൽ ഹോട്ട് ബാഗ് വെച്ച് കൊടുത്തു. വൈശാലി ഉണരുന്നതും കാത്ത് അവൾക്കടുത്ത് തന്നെ ഇരുന്നു അവൻ. ആ സമയം രുദ്രൻ്റെ മനസ്സിലൂടെ ഇതുപോലെ അവളറിയാതെ താൻ അവൾക്കായി കാവലിരുന്ന ദിവസങ്ങൾ ഓർമ്മയിലേക്ക് വന്നു. ആ ഓർമ്മയിൽ അവൻ്റെ ചുണ്ടിൽ ഒരിളം പുഞ്ചിരി വിരിഞ്ഞു. ഒപ്പം അവളോടുള്ള അടുപ്പവും പ്രണയമാണെന്ന് മനസ്സിലാക്കിയ ആ ദിവസവും. ഉറക്കത്തിലും വേദന കൊണ്ട് നെറ്റിച്ചൊളിക്കുന്ന വൈശാലിയെ കാണി രുദ്രൻ അറിയാതെ തന്നെ അവളുടെ വയറിൽ നിന്നും ഹോട്ട് ബാഗ് എടുത്ത് മാറ്റി പാതിയെ അവിടെ തലോടി. വരൽ തണുപ്പ് പടർന്നതറിഞ്ഞ വൈശാലി ഒരു ഞെട്ടലോടെ കണ്ണുകൾ വലിച്ചു തുറന്നു. എന്നാൽ അപ്പോൾ തന്നെ വീണ്ടും അവളുടെ മിഴികൾ അടഞ്ഞു വരുന്നത് കാണി വെപ്രാളപ്പെട്ടവൻ വൈശാലിയുടെ കവിൾ തട്ടി വിളിച്ചുണർത്തി. തൊട്ടടുത്ത് രുദ്രനെ കണ്ട വൈശാലി സ്വപ്നമാണോ സത്യമാണോ എന്നറിയാതെ ഒരു നിമിഷം അവനെ തന്നെ തുറച്ചു നോക്കിക്കൊണ്ടിരുന്നു. അവളുടെ ആ ഇരുത്തം കാണി രുദ്രൻ അവൾക്ക് നേരെ വിരൽ ഞൊടിച്ചു. അപ്പോഴാണ് അവൾ സ്വബോധത്തിലേക്ക് വന്നത്. അത്രയും അടുത്ത് രുദ്രൻ ഇരിക്കുന്നത് കൊണ്ട് തന്നെ വൈശാലിയുടെ ഹൃദയം ഇപ്പോൾ പൊട്ടും എന്ന പോലെ മിടിക്കാൻ തുടങ്ങി. രാവിലെ എന്താ കഴിച്ചേ? മുഖത്ത് ഗൗരവം വരുത്തിക്കൊണ്ട് അവൻ ചോദിക്കുമ്പോൾ ഇത് തൻ്റെ ദേവേട്ടൻ തന്നെയാണോ എന്നവൾ സംശയിക്കാതിരുന്നില്ല. ഐ ആം ആസ്കിങ് യു ഇഡിയറ്റ്. അവളുടെ നോട്ടം കാണി അല്പം ദേഷ്യം വരുത്തിക്കൊണ്ട് അവൻ ചോദിക്കുമ്പോൾ അവൾ ഒന്നും മിണ്ടിയില്ല. അതേ ഇരിപ്പ് ഇരുന്നു. അത് കാണി അവൻ നെറ്റിയൊന്ന് ഒഴിഞ്ഞുകൊണ്ട് ടേബിളിലിരുന്ന ബൗൾ എടുക്കാനായി എഴുന്നേറ്റതും പെട്ടെന്നായിരുന്നു വൈശാലി അമ്മേ എന്ന് വിളിച്ചുകൊണ്ട് ഉറക്കി കരഞ്ഞത്. ആ നിലവിളി കേട്ടതും രുദ്രൻ ഞെട്ടിക്കൊണ്ട് അവളെ ഒന്ന് നോക്കി. ഒരു നിമിഷം എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാകാതെ അവൻ എഴുന്നേറ്റിടത്ത് തന്നെ ഇരുന്നു പോയി. അവൻ്റെ കണ്ണുകൾ ഉടൻ വൈശാലിയിലേക്ക് എത്തി. വരൽ ഇരു കൈകളും ചേർത്ത് പിടിച്ച് വേദന കൊണ്ട് പുളയുകയായിരുന്നു അവൾ. കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരയായി ഒഴുകുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് രുദ്രൻ തൻ്റെ കൈ എവിടെയായിരുന്നു എന്ന് ശ്രദ്ധിച്ചത്. ഇത്രയും നേരം അവളുടെ വയറിന്മേൽ തന്നെയായിരുന്നു തൻ്റെ കൈ എന്ന് ഓർത്തു അവൻ. അവളുടെ വേദന കണ്ടതോടെ രുദ്രൻ്റെ ഉള്ളിലൂടെ ഒരു മിന്നൽ കടന്നുപോയി. താനെ എഴുന്നേൽക്കുന്നതിനിടയിൽ അവളുടെ വയറിൽ അറിയാതെ തന്നെ ബലം കൊടുത്തിരുന്നു. ആ നിമിഷം ഓർത്തതും അവൻ്റെ മുഖം വിളറിപ്പോയി. വൈശാലി, അവളുടെ ഈ അവസ്ഥയ്ക്ക് കാരണം താനാണല്ലോ എന്ന ഭയത്തോടെയും കുറ്റബോധത്തോടെയും അവൻ അവളുടെ അരികിലേക്ക് നീങ്ങിയിരുന്ന് മുഖം കൈവെള്ളയിൽ കോരിയെടുത്തു. എന്നാൽ വേദനയിൽ കണ്ണുകൾ ഇറുക്കി അടച്ചു കിടന്നിരുന്ന വൈശാലിയുടെ കരച്ചിൽ മാത്രം ആ മുറിയിൽ നിറഞ്ഞു നിന്നു. ആ സമയം രുദ്രൻ എന്ത് ചെയ്യണമെന്നോ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നോ അറിയാതെയായി. പെട്ടെന്നായിരുന്നു ഡോർ തള്ളി തുറന്നുകൊണ്ട് വിശാൽ അവിടേക്ക് കയറി വന്നത്. തൊട്ടുപിറകെ നിതയും വേദയും ദേവയും സിദ്ധുവും കൂടി ഉണ്ടായിരുന്നു. എല്ലാവരെയും കൂടി ഒരുമിച്ച് കണ്ടതും രുദ്രനാകെ വല്ലാതെയായി. എന്ത് പറയണമെന്നറിയാതെ പുറകിൽ നിൽക്കുന്ന സിദ്ധുവിനെ ദയനീയമായി നോക്കി അവൻ.